ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പിപ്പണി തീർന്ന സൈറ്റിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ പരിപാടിയാണ്. അപ്പോൾ കോൺക്രീറ്റിന് നമ്മൾ വെളിയിൽ നിന്ന് കുറച്ചേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 പേര് അവരുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ സൈറ്റിലുള്ളവരൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ സൈറ്റിലുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മൊത്തം 13 പേരങ്ങണ്ടുണ്ട്. ചെറിയൊരു വീടാണ്. തട്ട് ഒത്തിരിയൊന്നുമില്ല. നമുക്ക് ഒരു 550 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ തട്ട്. അപ്പം 558 അങ്ങോട്ടേ ഉള്ളൂ തട്ട് നമ്മൾ മേളിൽ അളന്നപ്പം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പകുതി കോൺക്രീറ്റ് ആയി. നമ്മൾ കുറച്ചേ ഉള്ളായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി. അപ്പോൾ എന്തായാലും ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് തീരും. ഉച്ചയാവത്തില്ല, അതിന് മുമ്പ് തന്നെ തീരും. 11 മണിക്കകത്ത് തീരും. രാവിലെ തന്നെ നമ്മൾ പരിപാടി തുടങ്ങിയിരുന്നു. അപ്പം രാവിലത്തെ ധൃതിയുടെ പുറത്ത് നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ മൊത്തം ഓട്ടമായിരുന്നു. പല സൈറ്റിലെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി സാധനങ്ങളൊക്കെ എത്തിക്കാനൊക്കെ ഇച്ചിരി, അപ്പോൾ വീഡിയോ എടുക്കാനെല്ലാം പറ്റിയില്ല. അപ്പം എന്തായാലും നമ്മൾ കോൺക്രീറ്റ് തുടങ്ങി ഇത്രയായി. ഇനിയിപ്പം ബാക്കി ഇങ്ങോട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്ക് താഴെ പോയി മുട്ട് ചെക്ക് ചെയ്യണം. നമുക്ക് താഴെ എന്തുപോലും മുട്ടൊക്കെ സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, എല്ലാം സെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഈ പൊക്കത്തിലേക്ക് കൊടുത്തേക്കുന്ന മുട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പീസിനകത്ത് നിന്നൊക്കെ തട്ടി മാറും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒരാൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പണി ചെറുതോ വലുതോ എന്നുള്ളതല്ല, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരാളെപ്പോഴും താഴെ വേണം. ഇടയ്ക്കിടയ്ക്ക് പോയി മുട്ട് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ വെളിയിൽ നിന്ന് വരുന്നവരെ നമ്മൾ കഴിവതും അകത്തോട്ടൊന്നും കയറ്റാതിരിക്കുക. കാരണം ചിലരൊക്കെ ഉണ്ട് വെളിയിൽ, കോൺക്രീറ്റ് അല്ലേ, അപ്പം വീട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും കൂട്ടുകാരായാലും ഒക്കെ വരും. അപ്പോൾ വരുമ്പോഴത്തേനും നമ്മൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അപ്പം നമ്മൾ പണിക്കാർ അന്നത്തെ ദിവസം നമ്മൾ അതിനകത്തൊന്നും കയറാൻ സമ്മതിക്കരുത്. ആരെങ്കിലും കയറി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പണി പാളും. ചുമ്മാ വീഴാൻ പോകുമ്പോൾ പിടിക്കുന്നതായിരിക്കും, പക്ഷെ പണി പാളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് താഴെ എപ്പോഴും ആൾ വേണം, ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും കോൺക്രീറ്റ് നമ്മൾ മൊത്തം ഒരു കുറച്ചേ ഉള്ളൂ, 32-33 പാക്കറ്റിൻ്റെ കോൺക്രീറ്റേ ഉള്ളൂ. എന്തായാലും പകുതിയായി. അപ്പോൾ എന്തായാലും നമ്മുടെ മുമ്പിലെത്തുന്ന എല്ലാവർക്കും നമ്മൾ ശരി വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ചെറുതോ വലുതോ എന്നൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം. അപ്പോൾ നമുക്ക് 8 വർഷം കൊണ്ട്, ഒരു 10-18 വർഷം കൊണ്ട് എൻ്റെ വർക്കിന് എല്ലാം കോൺക്രീറ്റ് ചെയ്യുന്ന ഇവരാണ്. അപ്പോൾ നമ്മുടെ ഈ അടുത്ത ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. എൻ്റെ കനം നമ്മൾ മാലയിട്ട് 5 കനം വെച്ചേക്കുന്നത്. അപ്പം സൈഡ് നമ്മൾ 4 ഇടുകയാണ്. അപ്പം നീളത്തിൽ നമ്മൾ 2 തിരിച്ചിട്ട് നീളത്തിൽ 2 സൈഡിൽ 4 മാലിൻ്റെ ഇട നമ്മൾ നിരത്തി മറ്റേ വൈബ്രേറ്റ് വെച്ചിട്ട് അടിച്ചിട്ട്, പിന്നെ ത്ലാൻ നമ്മൾ മുഴക്കോലിന് പകരം നമ്മൾ ത്ലാനോട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ത്ലാൻ 2 സൈഡിൽ പട്ടിയിലടിച്ചിട്ട് അതിൻ്റെ പിടി പോലെ ഉണ്ടാക്കിയിട്ട് 2 സൈഡിൽ നിന്നിട്ട് ഇത് നിരത്തി ഒരുവിധം നിരപ്പാക്കിയിട്ട് പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇടിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇതിനകത്ത് എയറൊക്കെ ഉണ്ടെന്ന് ഒന്ന് പോവും. ഒന്ന് അടിപൊളിയായിട്ടൊന്ന് അമങ്ങി സെറ്റായിട്ടിരിക്കും. അപ്പോൾ അവിടെ നല്ലോണം ഒന്ന് ഇടിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ചെയ്യാന്നുണ്ട്. മറ്റേ നിരത്തി പോരുമ്പോഴത്തേന് വെള്ളത്തോട് ഇങ്ങനെ കിടക്കുമ്പം പെല്ലയെല്ലാം തറയത്തുള്ളൂ. അപ്പോൾ ഇവനെ ഒന്ന് ഒതുക്കി കൊടുക്കാമെങ്കിൽ, ഈ ത്ലാൻ വെച്ച് നല്ലോണം ഇടിച്ചൊന്ന് ഒതുക്കി കൊടുക്കാമെങ്കിൽ അവനെ ഒന്നുകൂടെ അമങ്ങി സെറ്റായിട്ടിരിക്കും. അപ്പോൾ അതിനകത്ത് എയറോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഈ മെറ്റിൽ കൊള്ളാനുണ്ടെങ്കിലോ ഒക്കെ അങ്ങ് കൊണ്ടോളും. അപ്പോൾ നല്ല ഇതായിട്ടിരിക്കും, നല്ല ഫിനിഷിങ്ങും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേറ്റർ അടിക്കണം. വൈബ്രേറ്റർ നമ്മൾ നല്ല ഇതിൽ കമ്പിയോട് ചേർത്തോ വെച്ച് മുട്ടിച്ച് വെച്ച് അടിക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എല്ലായിടവും വൈബ്രേഷൻ ചെല്ലും. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഗ്രൗട്ട് അടിയിലോട്ടും എവിടെയെങ്കിലുമൊക്കെ കൊള്ളാനുണ്ടെങ്കിൽ ഗ്രൗട്ട് കയറിക്കൊള്ളും. ചുമ്മാ കുത്തി കൊടുത്തിട്ട് കാര്യമില്ല, നല്ലോണം ചരിച്ച് വെച്ചിട്ട് ഞാൻ കമ്പിയെ മുട്ടിച്ച് വെച്ചിട്ട് നല്ലോണം വൈബ്രേറ്റ് അടിക്കാമെങ്കിൽ നല്ലോണം എല്ലായിടവും ഗ്രൗട്ടൊക്കെ ഇറങ്ങി ചെല്ലും. അപ്പോൾ നല്ലൊരു പെരുപ്പ് പോലെ തോന്നിക്കും. അപ്പോൾ എല്ലായിടവും ആ വൈബ്രേഷൻ്റെ ഇതുകൊണ്ട് ചെല്ലും. അങ്ങനെ നമ്മൾ ഒരു സൈഡിലെ മാല് നേരെ പകുതി സൈഡിലെ നമ്മൾ തീരാറായി. അപ്പം ഇനി അടുത്ത് ഇപ്പുറ സൈഡുണ്ട്. ഈ സൈഡിലൂടെ നമുക്ക് തീർന്നിട്ട് വേണം ഇപ്പുറ സൈഡിലോട്ട്. അപ്പോൾ എന്തുവായാലും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് പിന്നെ നമ്മൾ ഇതൊക്കെ തീർന്നിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് സമയത്ത് കോൺക്രീറ്റ് ഇല്ല.
നമുക്ക് ഇതെല്ലാം കൂടെ ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങളൊരു രാവിലെയൊക്കെ ആയപ്പോൾ തുടങ്ങി, 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും തുടങ്ങി. അപ്പോൾ ഇനിയിപ്പം ഒരു 11 മണിക്കകത്ത് തീരും. 11-12 മണിക്കകത്ത്, 12 മണി വരെ പോകത്തില്ല, അതിനപ്പുറം തന്നെ തീരും. പിന്നെ നമുക്ക് ഇച്ചിരി മെറ്റൽ ഷോർട്ടേജ് ഉണ്ട്. നോക്കിയപ്പോൾ മെറ്റൽ ഇച്ചിരി ഷോർട്ടേജ് ഉണ്ട്. ഇവിടെ അടുത്ത് ജാടുള്ളത് കൊണ്ട് ജാടി നമുക്ക് വിളിച്ച് പറഞ്ഞാൽ അന്നേരം നമുക്ക് സാധനം എടുത്തും. പൊടി പിന്നെ തികയും, എംസാൻഡ് പിന്നെ തികയും. ഇതിനൊരിച്ചിരി ഉണ്ട്. പിന്നെ നമുക്ക് തട്ടിൻ്റെ പുറത്ത് ഒരുപാട് ആളൊന്നുമില്ല, 2 പേരേ ഉള്ളൂ. അപ്പം എൻ്റെ ചേട്ടനുണ്ട്, പുള്ളി പറഞ്ഞ് ഞാൻ തട്ടിൻ്റെ പുറത്ത് നിന്നോളാം, പുള്ളി കൊട്ടയ്ക്ക് തട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചട്ടി മേടിച്ച് അടുത്തൊക്കെ ചട്ടിക്കിടും. ദൂരോട്ട് പോകുമ്പോഴത്തേന് 2 ചട്ടി ഒരു കൊട്ടയ്ക്കകത്തിട്ടിട്ട് പ്ലാസ്റ്റിക് കൊട്ടയുണ്ട്, ഫൈബർ കൊട്ട. അപ്പം അതിനകത്ത് കൊട്ടയിലെടുത്തുകൊണ്ട് പോകും. പുള്ളി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒറ്റയ്ക്ക് അവിടെ അയക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ. താഴെ ആളുണ്ട്, പുള്ളി ഒറ്റയ്ക്ക് എന്നുള്ളതെന്ന് പറഞ്ഞു. പുള്ളിയുടെ ആഗ്രഹമില്ല, അങ്ങനെ വിട്ടു കൊടുത്തു. അപ്പം അങ്ങനെ പോന്നു. അപ്പം ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വൈബ്രേറ്റ് അടിച്ച മണ്ടയ്ക്ക് പ്ലാൻ പിടിച്ച് ഒതുക്കി കഴിഞ്ഞ് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടെ നിന്ന് പിന്നെ ഇട്ട് വരിക എന്നുള്ളതാണ്. എന്തായാലും കോൺക്രീറ്റിൻ്റെ അളവ് നമ്മൾ 6x4 ഇട്ടേക്കുന്നത്. 6 മെറ്റിൽ, 4 പൊടി, പിന്നെ സിമൻറ്റ് ഒരു പാക്കറ്റ്, പിന്നെ വെള്ളം ആവശ്യത്തിന്. അപ്പം അങ്ങനെയാണ് നമ്മളിതിൻ്റെ റേഷ്യോ. അപ്പം നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധാ മെറ്റലും നമ്മുടെ വാർക്കയ്ക്കുള്ള മെറ്റലുണ്ടല്ലോ, മെറ്റലും പിന്നെ നമ്മുടെ എംസാൻഡ് ഉപയോഗിക്കും. ഇപ്പോൾ മണൽ കിട്ടാനില്ലല്ലോ, അപ്പോൾ എംസാൻഡ് കൂടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ പ്ലാനോട് വെച്ചിട്ട് നിരത്തി പ്ലാനോട് വെച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. നേരത്തെ മാലിട്ടെടുത്ത് തറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ ചെറിയ പോലെ സാധനം വെച്ചിട്ട് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഇടിക്കാന്നുണ്ടെങ്കിൽ ഒരു ലെവലിൽ നമുക്ക് ഇടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെയർ നമ്മൾ കോൺക്രീറ്റ് ഇട്ട്, ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയർ കോൺക്രീറ്റ് ഇട്ട് നമ്മൾ നിരത്തി വരുമോ. രണ്ടാമത്തെ ലെയർ കോൺക്രീറ്റ് മണ്ടയ്ക്ക് കറക്റ്റ് ആ ഒരു അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഒരേ അളവിൽ തന്നെ കറക്റ്റായിട്ട് വിരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പലക പിടിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. കാരണം ഒരുപാട് ഇട്ട് നിരക്കൊന്നും വേണ്ട. അതുകൊണ്ട് ഇതാകുമ്പോഴത്തേനും നമുക്ക് ചുമ്മാ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സെറ്റാവും. ഇനി വെള്ളത്തോടുള്ള ഭാഗത്തേ ഉള്ളൂ നമുക്ക് ഒരിച്ചിരി എളുപ്പം പറ്റുന്നത്. മറ്റേടത്ത് നമ്മൾ നേരെ മാലിട്ട് വെച്ചെടുത്ത് നമുക്ക് ഇച്ചിരി പാടായിരിക്കും, തറഞ്ഞ പോലെ കിടക്കില്ല. അപ്പോൾ അവിടെ നമ്മളൊന്ന് ഒതുക്കി കൊടുക്കാൻ ഇച്ചിരി പാടുപെടും. അപ്പോൾ അങ്ങനെ പലയ്ക്കൊന്ന് ഒതുക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്തിലാന ഒരു ഇങ്ങനെ ഇടിച്ച് വരാമെന്നുണ്ടെങ്കിൽ നല്ല പക്ക ലെവലായിട്ട് കിടക്കും, നല്ലോണം ഒതുങ്ങുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാനാണ്. അപ്പം അവിടെ ആ സൈഡ് ഇങ്ങോട്ട് നേരത്തെ മാലിട്ടതായതുകൊണ്ട് അവിടെ നിന്ന് നല്ലോണം നമക്കി ഒന്ന് നല്ല രീതിയിൽ പലകയിലൊന്ന് വരച്ച് റെഡിയാക്കി സെറ്റാക്കി കൊടുത്താലേ നമുക്ക് ഇതിടിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കോൺക്രീറ്റ് നമുക്ക് നമ്മുടെ ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ അവർ നമുക്ക് സെറ്റാക്കി തരുന്നുണ്ട്. ആ ചേട്ടൻ കറക്റ്റായിട്ട് നമുക്ക് വലിയ പാടില്ലാത്ത രീതിയിൽ തന്നെ പുള്ളി സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. മറ്റേ ചിലരൊക്കെയാണെങ്കിൽ ചുമ്മാ കൊണ്ടുവന്ന് അവിടെയൊക്കെ വാരിയിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിരത്തി നമ്മൾ ഊപ്പാട് വരും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് 2 സൈഡും ഒന്ന് ഒതുക്കിയിട്ടിട്ട് പിന്നെ നമുക്ക് ആ മാലിൻ്റെ പൊക്കത്തി വെച്ച് നമുക്കങ്ങ് ഇത് വെച്ചിട്ട് ഇതിലാൻ വെച്ചിട്ട് ഒതുക്കി കൊടുത്താൽ മതി. അപ്പോൾ സെറ്റാവും. അപ്പം കോൺക്രീറ്റ് അടുത്ത് നോക്കുമ്പോൾ ഇച്ചിരി സ്ലോ ആയിപ്പോയി. അപ്പോൾ അവരിങ്ങനെ കുറേ പെട്ടെന്ന് ഒരു വീട് സമയം പോയി എന്നൊക്കെ. താഴെ കൂട്ട് കിടപ്പുണ്ട്, 2 കൂട്ട് ഇളക്കിയിട്ട് കിടപ്പുണ്ട്. 2 കൂട്ട് അവർ മറിക്കാനായിട്ട് അവിടെ സെറ്റാക്കുന്നു, മെറ്റിൽ പോരുന്നു. അപ്പോൾ അങ്ങനെ താഴെയും ഇങ്ങനെ നിൽക്കുകയാണ്, ചെറുതായിട്ട് സ്ലോ ആയി നിൽക്കുകയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിനി ഇപ്പുറത്തെ സൈഡിൽ ഈ ഭാഗം ഇത് കഴിഞ്ഞാൽ ഇനി അപ്പുറത്തോട്ട് മാറും. അപ്പുറത്തോട്ട് മാറുമ്പോഴത്തേന് ഇച്ചിരി സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെ ഇതാണ് വലിയ വെയിലൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ അത് തീർക്കണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തുവായാലും നമുക്ക് ഈ സൈഡിലൂടെയൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പോൾ ആ സൈഡ് നമ്മൾ ഇട്ട് തുടങ്ങാൻ വേണ്ടി മൂലയ്ക്ക് അപ്പോൾ കവറിങ് വെക്കണം. അപ്പോൾ നമ്മൾ മറ്റേ കവറിങ് ബോക്സ് മേടിച്ചിട്ടില്ല, നമ്മൾ അല്ലാതെ തന്നെ മെറ്റിൽ തന്നെ പൊക്കി വെക്കുകയാണ്. വയറിങ്ങുകാർ വന്നിട്ട് വലിയ പീസ് വെച്ചിട്ട് അവർ പൊക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ കവറിങ് കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഒരേ ചട്ടി കോൺക്രീറ്റ് ഇട്ടിട്ട് കമ്പി ലിവറിനോ അല്ല കൈക്കോ പൊക്കി വെക്കും.
അപ്പോൾ അവിടെയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് പൊക്കി വെക്കും. പൊക്കി വെച്ച് കഴിയുമ്പോഴത്തേന് കറക്റ്റ് കവറിങ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞതാണ്. നമ്മൾ കവറിങ് ബോക്സ് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ചുമ്മാ കവറിങ് ബോക്സ് മേടിച്ച് മാത്രം പൈസ കളയേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് പൊക്കി വെക്കണമെന്നേ ഉള്ളൂ. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കോൺക്രീറ്റ് ഇട്ടിട്ട് ഒന്ന് പൊക്കി വെക്കണം, ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഷീറ്റൊക്കെ ആയതുകൊണ്ട് വിഷയമില്ല. പലകയല്ലല്ലോ, ഷീറ്റില്ലേ മൊത്തം അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്രൗട്ടൊക്കെ ഇറങ്ങി കമ്പി കവറായിക്കോളും. പിന്നെ വൈബ്രേറ്റ് നല്ലോണം ഒന്ന് കുത്തി കൊടുത്താൽ നല്ലോണം ഇതായിക്കോളും. പിന്നെ നല്ല വെള്ളത്തിലൂടെയല്ലേ കോൺക്രീറ്റ് ഇടുന്നത്. അപ്പം അടിയിലെല്ലാം ഗ്രൗട്ടൊക്കെ ഇറങ്ങിക്കോളും. കവറിങ് പ്രശ്നം വരത്തില്ല, കമ്പിയൊന്നും കാണത്തില്ല. നല്ലോണം കമ്പിയൊന്ന് പൊക്കി വെച്ച് കൊടുക്കണം. വയറിങ്ങേർ വന്ന് അവരും പൈപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പക്ഷെ ഒരു ദിവസം വയറിങ്ങേർ കാരണം നമുക്ക് പെൻഡിങ് ആയിപ്പോയി. നമുക്ക് അവർ വേറെ എവിടെയോ വർക്കിലായിരുന്നു, അവർക്ക് വന്ന് പൈപ്പിടാൻ സാഹചര്യമില്ലായിരുന്നു. പിന്നെ അങ്ങനെ അത് കാരണം ഒരു ദിവസം നമ്മൾ വാർക്കാൻ പറ്റിയില്ല. ഒരു ദിവസം നമ്മൾ പെൻഡിങ് ആയിപ്പോയി. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ വെറുതെ വീഡിയോകളൊക്കെ കണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ഒരു ലൈക്ക്, ഒരു ഷെയർ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ ഒരു രസമുണ്ടായിരിക്കും. അപ്പം നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഇടാനൊരു പ്രചോദനം ഉണ്ടാവും. അപ്പം മേശിരി ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുകയാണ്. സാധനം ഇനി ഇപ്പോൾ ഈ സൈഡിൽ മാലിടണം. അപ്പം മേശിരി അല്പം റെസ്റ്റിലാണ്. മേശിരി പറയുന്നത് നമുക്ക് ഈ സൈഡ് മാലിട്ടിട്ട് വേണം ഇനി നിങ്ങൾ കോൺക്രീറ്റ് വന്നിട്ട് വേണം എനിക്കിനി നിരത്താൻ. അപ്പം മറ്റേ നമ്മുടെ ഒരു വർക്കക്കാരൻ പുള്ളിയുണ്ട്. പുള്ളി പറയാൻ ഞാൻ കൊട്ടയ്ക്ക് തന്നെ ഇട്ടോളാം, വേറെ ആരും കയറണ്ട, ഞാൻ തന്നെ ഇട്ടോളാം. അത് തന്നെ താഴെ ആൾ ഇപ്പോൾ പുള്ളി കയറ്റത്തില്ല. പുള്ളി പറയുന്നത് ഞാൻ ഇട്ടോളാം. പുള്ളി നീളത്തിൽ ഇങ്ങനെ നടക്കുമോ കൊട്ടയ്ക്കകത്ത്. അപ്പം വേറെ ആൾ വെറുതെ നിൽക്കുമോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി സമ്മതിക്കത്തില്ല. പുള്ളി തന്നെ കൊട്ടയ്ക്കിട്ടോളാം എന്നും പറഞ്ഞ് വാശിയാണ്. അപ്പം അങ്ങനെയാണ്. എന്തുവായാലും പുള്ളിയുടെ വാശി നടക്കട്ടെ. എന്തായാലും പണി പെട്ടെന്ന് നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ വാർപ്പായതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും പറയാൻ പോയില്ല. പുള്ളിയുടെ ഇഷ്ടം നടക്കട്ടെ. എന്തായാലും ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി മുട്ടൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മുട്ട കൊടുത്തേക്കാം. നമ്മൾ പ്ലാനൊക്കെ ഏറ്റവും കൂടുതൽ റണ്ണറൊക്കെ നമ്മളിത് മുട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മളിനി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം മുട്ടുമേടി ഭയങ്കര നഷ്ടമാണ്. ഇതാകുമ്പോഴത്തേനും നല്ല തെങ്ങൊക്കെ എടുത്തിറക്കാൻ, നല്ല ആറുള്ള തെങ്ങൊക്കെ എടുത്തിറക്കാൻ കൊള്ളാം. അപ്പം പല ഉപയോഗത്തിന് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം. കോൺക്രീറ്റ് ഇട്ട ഭാഗങ്ങളിലൊക്കെ സെറ്റാകാൻ നോക്കണം. മുട്ടുകളെല്ലാം താഴെയും മേളിലൊക്കെ തട്ടിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കണം. എല്ലാം ബലത്തായിരിക്കും കൊടുത്തേക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ റൂം ഫിനിഷ് ചെയ്ത് മാറും തോറും നമ്മൾ ഓരോ റൂമിൽ നിന്ന് നമ്മൾ നോക്കണം. എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ കോൺക്രീറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം കോൺക്രീറ്റ് കഴിഞ്ഞ് നമ്മൾ ഫിനിഷ് ആയതിൻ്റെ വീഡിയോ നമ്മളെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്. അപ്പം വെള്ളമൊക്കെ തോന്നും എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് പണിക്കാരൊക്കെ പോയി. അപ്പോൾ ഇനി നമുക്ക് നാളെ വരമ്പ് വെച്ച് ഈ വെള്ളമൊക്കെ കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.